അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9 ചൊവ്വാഴ്ച. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. 5 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വൈകിട്ട് ഗ്രാമത്തിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയും വെടിയുതിർക്കുകയുമായിരുന്നു. ഒരു മാസത്തിൽ നടക്കുന്ന 5ാമത്തെ ഭീകരാക്രമണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പൊള്ളയായ പ്രസംഗങ്ങളും വ്യാജ വാഗ്ദാനങ്ങളുമല്ല, ശക്തമായ നടപടികളാണ് പരിഹാരമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജമ്മുകാശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രാഹുൽ സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ജമ്മുകാശ്മീരിൽ സ്ഥിതി നാൾക്കുനാൾ മോശമാകുകയാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലും കൊണ്ട് ജമ്മുകാശ്മീരിൽ മോദി സർക്കാർ ദുരന്തമായി മാറിയെന്ന വസ്തുത മാറ്റാനാവില്ലെന്നും പ്രശസ്തി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദുരന്തമായി മാറുന്നുവെന്നും ഖർഗെ പറഞ്ഞു. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി. മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനിസ് മൻറ്റുറോവ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. മോസ്കോയിലെ പ്രസിഡൻഷ്യൽ പാലസിൽ സ്വകാര്യ അത്താഴവിരുന്നിനെത്തിയ മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ പുടിൻ അഭിനന്ദിച്ചു. ഇത് ഒരു ആകസ്മികതയല്ലെന്നും വർഷങ്ങളായി നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് താൻ കരുതുന്നുവെന്നും പുടിൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങളുണ്ടെന്നും നിങ്ങൾ വളരെ ഊർജ്ജസ്വലനായ വ്യക്തിയാണെന്നും ഇന്ത്യയുടെയും ഇന്ത്യൻ ജനതയുടെയും താൽപര്യങ്ങൾക്കനുസൃതമായി ഫലങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. പുടിന്റെ ആതിഥ്യത്തിന് നന്ദി പറഞ്ഞ മോദി പുടിനുമായുള്ള ചർച്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്നും അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിലേക്ക് തീർച്ചയായും ഏറെ മുന്നോട്ടു പോകുമെന്നും പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എക്സിൽ കുറിച്ചു. മണിപ്പൂർ സന്ദർശിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നും മണിപ്പൂരിനെ ശാന്തമാക്കുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത്തരമൊരു വലിയൊരു ദുരന്തത്തിനിടെ 1-2 ദിവസം സമയം കണ്ടെത്തി മണിപ്പൂരിലെ ജനങ്ങളെ കേൾക്കാൻ അദ്ദേഹം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നുവെന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞുവെന്നും എങ്ങനെ ചോർന്നുവെന്നതാണ് ഇനി അറിയാനുള്ളതെന്നും സുപ്രീം കോടതി. ടെലഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ചോർച്ച ഉണ്ടായതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വ്യാപകമായിരിക്കുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നീറ്റ് UG പരീക്ഷ സംബന്ധിച്ച 38ഓളം ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. നീറ്റ് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുമ്പേ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ പ്രചരിച്ചുവെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് ഹർജിക്കാർ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയത്. നീറ്റ് കേസ് സംഘടിതമായ തട്ടിപ്പാണെന്നും 67 പേർക്ക് 1ാം റാങ്ക് എന്നത് അസാധാരണമാണെന്നും NTA വിശദീകരണങ്ങൾ വിശ്വസനീയമല്ലെന്നും രാജ്യത്തെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായിട്ടും ഒരു പോസിറ്റീവ് നടപടിയും NTA ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതുപ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 1 വാർഡ് വീതം കൂടും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാനാണ് കമ്മീഷൻ ചെയർമാൻ. പണം വാങ്ങി PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതി CPM-നില്ലെന്നും മെറിറ്റ് അടിസ്ഥാനമാക്കി മാത്രമേ ഇത്തരം സ്ഥാനങ്ങളിൽ നിയമനം നൽകൂ എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് CPM ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന പരാതിയിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി നിലപാട് സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സാധിക്കാത്തത് തിരിച്ചടിയായെന്നും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്ന് അകന്നുവെന്നും ജോസ് കെ മാണി MP. സംസ്ഥാനത്തുടനീളമുണ്ടായ പൊളിറ്റിക്കൽ പാറ്റേണാണ് കോട്ടയത്തും സംഭവിച്ചതെന്നും തോൽവിയിൽ കൂടിയാലോചിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ്.
അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttil Silks. ആന്റി സ്നേക് വെനം നൽകുന്ന ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പാമ്പ് കടിയേറ്റവരുടെ ചികിത്സയ്ക്കായുള്ള ആന്റി സ്നേക് വെനം നൽകുന്ന ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മോട്ടോർ വാഹന നിയമം ലംഘിച്ച് ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ നമ്പർ പ്ലേറ്റില്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തുവന്നത്. വയനാട്ടിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ചെറിയ നിയമലംഘനങ്ങൾക്ക് വരെ വടിയെടുക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ആകാശ് തില്ലങ്കേരിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നാണ് വിവരം. ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ച് നടത്തിയ ജീപ്പ് യാത്രയ്ക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. പനമരം ആർടിഒയ്ക്കാണ് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് പരാതി നൽകിയത്. ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടൂറിസം മന്ത്രിയും ഡയറക്ടറും തമ്മിൽ ഭിന്നത ഉണ്ടെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ അവധിയിൽ പോയ IAS ഉദ്യോഗസ്ഥൻ PB നൂഹിനെ ചുമതല മാറ്റം. അദ്ദേഹത്തെ സപ്ലൈകോ CMD ആയി നിയമിച്ചു. ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അവധിയിൽ പ്രവേശിച്ച അദ്ദേഹം ഈ മാസം 22-ന് തിരിച്ചെത്താനിരിക്കെയാണ് ചുമതല മാറ്റി നൽകിയത്. സപ്ലൈകോ CMD സ്ഥാനത്ത് നിന്ന് ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റി. ടൂറിസം ഡയറക്ടർ PB നൂഹിനെ പകരം നിയമിച്ചു. ശ്രീറാമിന് പുതിയ നിയമനം നൽകിയിട്ടില്ല. ടൂറിസം ഡയറക്ടറായി ശിഖ സുരേന്ദ്രനെ നിയമിച്ചു. KTDC MDയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുമാണ് ശിഖ. KTDC MD സ്ഥാനവും അവർ വഹിക്കും. കുടിവെള്ള വിതരണ രംഗത്ത് മാറ്റമുണ്ടാക്കേണ്ട ജലജീവൻ മിഷനെ സംസ്ഥാന സർക്കാർ തട്ടിക്കൂട്ട് പദ്ധതിയാക്കിയെന്ന് VD സതീശൻ നിയമസഭയിൽ. ഇത്തരമൊരു വലിയ പദ്ധതി കെടുകാര്യസ്ഥതയും ഏകോപനമില്ലായ്മയും രൂക്ഷമായ ധനപ്രതിസന്ധിയും കൊണ്ട് ഇല്ലാതാക്കിയത് പൊതുസമക്ഷത്തിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇതിൽ അനൂപ് ജേക്കബ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയമിച്ചതാണെന്നും ആ റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടയോ എന്നത് സർക്കാർ കാര്യമാണെന്നും അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ ഇടപെടലൊന്നുമില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അതേസമയം അമ്മ എക്സിക്യൂട്ടീവിലെ വനിതാ അംഗമായി നടി ജോമോളെ തെരഞ്ഞെടുത്തു. രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം പരിഹരിക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി അടക്കം ആലോചിക്കാനും നടൻ സത്യന്റെ മകൻ സതീഷ് സത്യന് മെമ്പർഷിപ്പ് നൽകാനുള്ള നടപടികൾ ആരംഭിക്കുവാനും യോഗത്തിൽ ധാരണയായി. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ പ്രസിഡന്റ് S ഭാസ്വരാംഗൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കണ്ടല സ്വദേശി അയ്യപ്പൻ നായരുടെ പരാതിയിൽ മാറനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെയായിരുന്നു ഹർജി. ബാങ്കിനെ തകർച്ചയിലേക്ക് നയിച്ച 100 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. ഭാസ്വരാംഗനും മകനും നിലവിൽ റിമാൻഡിലാണ്. തിരുവമ്പാടിയിൽ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KSEB ചെയർമാൻ ബിജു പ്രഭാകറിനെതിരെ വിമർശനവുമായി CPM. ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാവില്ലെന്ന് CPM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് പറഞ്ഞു. തിരുവമ്പാടിയിൽ നടന്ന LDF പൊതുയോഗത്തിലാണ് വിനോദിന്റെ പരാമർശം. ആലപ്പുഴ ജില്ലയിലെ CPMിലുള്ള കളകൾ പറിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ആലപ്പുഴ ജില്ലാതല റിപ്പോർട്ടിംഗിലാണ് ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. പുന്നപ്ര വയലാറിന്റെ മണ്ണിലാണ് കളകൾ ഉള്ളതെന്നും അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും പാർട്ടിക്ക് പ്രശ്നമല്ലെന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. KM മാണിയോടുള്ള വിരോധമാണ് കാരുണ്യ പദ്ധതിയെ LDF സർക്കാർ കൊല്ലാകൊല ചെയ്തതെന്നും ഇത് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും ആത്മാവിനെ കുത്തിനോവിക്കുന്ന സമീപനമാണ് കാരുണ്യ പദ്ധതിയോട് സർക്കാർ തുടർച്ചയായി കാട്ടുന്ന അവഗണന എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് SP യോടാണ് കോടതി ഉത്തരവിട്ടത്.
SNDP യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ 15 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു VSന്റെ പരാതി. SFIയെ വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് CPM പ്രവർത്തകന്റെ ഭീഷണി. രഞ്ജീഷ് TP കല്ലാച്ചി എന്ന CPM പ്രവർത്തകനാണ് ബിനോയ് വിശ്വത്തിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തെത്തിയത്. നാദാപുരത്തെ CPM പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി MLAയും മന്ത്രിയുമായ ബിനോയ് വിശ്വം SFIക്ക് ക്ലാസ് എടുക്കാൻ വരരുതെന്നാണ് CPM പ്രവർത്തകന്റെ ഭീഷണി. തൃപ്പൂണിത്തറയിൽ K ബാബുവിന്റെ വിജയം അംഗീകരിച്ച ഹൈക്കോടതി വിധിയെ പുകഴ്ത്തി സുപ്രീം കോടതി. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് കോടതി വിധി പറഞ്ഞതെന്നും കൃത്യമായ പഠനം ജഡ്ജി നടത്തിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പരാമർശിച്ചു. വിധിയെഴുതിയ ജഡ്ജിയെ അഭിനന്ദിക്കുന്നതായും ബെഞ്ച് വ്യക്തമാക്കി. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ വീണ്ടും പുകഴ്ത്തുന്ന തൃശൂർ മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. മുൻ ധാരണ പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ MK വർഗീസ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കാനുള്ള അവകാശം അമ്മന്നൂർ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണെന്ന് ഹൈക്കോടതി. ഹിന്ദുക്കളായ കലാകാരന്മാർക്ക് കൂത്ത് അവതരിപ്പിക്കാൻ അനുമതി നൽകിയ തീരുമാനം കോടതി റദ്ദാക്കി. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായ പാരമ്പര്യമായ അവകാശത്തിൽ മാറ്റം വരുത്താൻ ദേവസ്വം കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാരടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ കോടതി വ്യക്തമാക്കി. LPG ഉടമകൾക്ക് വാർഡ് തലത്തിലും അക്ഷയ കേന്ദ്രങ്ങളിലും മസ്റ്ററിംഗിനായി പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗ്യാസ് ഏജൻസിയിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. മഴ കനത്തതോടെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. കാലാവസ്ഥ മോശമായതോടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു. മുംബൈയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനങ്ങൾ അഹമ്മദാബാദ്, ഹൈദരാബാദ്, ഇൻഡോർ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഹിന്ദു പരാമർശത്തിൽ പിന്തുണച്ച് ജ്യോതിർമഠത്തിലെ 46ാമത് ശങ്കരാചാര്യരായ സ്വാമി അവിമുക്തേശ്വരാനന്ദ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഹിന്ദുമതത്തെ ആക്ഷേപിക്കുന്നതല്ലെന്ന് സ്വാമി അവിമുക്തേശ്വരാനന്ദ പറഞ്ഞു. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവനും കേട്ടു. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഹിന്ദുമതത്തിൽ അക്രമത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്ന്. രാഹുലിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.